വാ നിങ്ങൾ വരുന്നില്ലേ അമ്പലത്തിലേക്ക് വരുന്നില്ലേ ഇതല്ലേ കസവ ചുരിദാർ അതിലിട്ടിട്ട് അമ്പലത്തിലെല്ലാം അങ്ങനെ നമ്മൾ കുറേ കുട്ടിപ്പട്ടാളങ്ങളെയും കൂട്ടിയിട്ട് നമ്മൾ മണിക്കൂട്ടൻ്റെ ഒരു ഫ്രണ്ടായ കണ്ണന കണ്ടിട്ടുണ്ട്. കണ്ണ ഹലോ ഹലോ, എവിടത്തേക്കാണ്? ഇന്ന് നരിക്കോട്ട് പോന്ന്. ഇന്നലെ കിച്ചു കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചുവിനെ ഒന്ന് കൊണ്ടാക്കാൻ പോകണം. പിന്നെ അവിടെ തെയ്യാണ് നരിക്കോട്ട് മാനിച്ചേരി അമ്പലത്തിൽ. അപ്പോൾ ഇന്ന് തീരുന്ന ദിവസമാണ്. എല്ലാ വർഷവും നമ്മൾ പോകുന്നതാണ്. അതെ, എല്ലാ വർഷവും പിന്നെ നമ്മൾ തലേന്നാ പോവാ. ഇപ്രാവശ്യം എനക്കൊന്നും പ്രിയക്ക് പോകാൻ പാടില്ല. അതെ, ഇപ്രാവശ്യം എനക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാരും ഇങ്ങനെ ഇന്ന് പോണോ പോണ്ടിയോന്നില്ലെങ്കിൽ ഇങ്ങനെ എല്ലാ വർഷവും പോകുന്നേ. അപ്പൊ നമ്മുടെ നരിക്കോട്ട് നാട്ടില് ഒന്ന് അവസാനമായിട്ട് അവസാനം ചെയ്യാൻ കഴിയുന്ന ഒരു ഓട്ടാണ്. അത് കഴിഞ്ഞാ പിന്നെ പാറമ്മലറിയില്ല, കുറച്ച് പൊതുവെ പാറമ്മല് പോലെ കുറവാന്നല്ലേ. മാനശ്ശേരി നമ്മളെ പുതിയ ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മള് പോലെ എല്ലാ വർഷവും ഇഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതെ അതെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് കടന്നപ്പള്ളി മുച്ചിലോട്ടും കുറ്റിയാട്ട് അങ്ങനെ കുറച്ചെല്ലാം അത് അടുത്ത വർഷമാവും. അവരെല്ലാം നടന്ന് പുറത്തുനിന്ന് ഫുട്ബോൾ കളിക്ക് വന്നിട്ടാ. ദൂരത്തുനിന്ന് അമ്മാടി ഇരിക്കുന്നുണ്ട്. അവരെന്തോ കളിക്കുന്നില്ല. ഒരുത്തി ഓടി വരുന്നുണ്ട്. വന്നോളൂ വന്നോളൂ. ഇതാ ഡ്രസ് കയ്യിൽ കുറെ ചപ്പലുണ്ട്. എന്ത് ചപ്പ എടുത്തിട്ടാ നീ വന്നത്? എന്ത് ചപ്പ അത്? തുളസിയാ തുളസിന്റെ സാധാരണ ചപ്പ. ഉണങ്ങിയപ്പോ എന്തിനാ എടുത്തിനത്? വെറുതെ പറയൂ. എന്നാ കളഞ്ഞോ അത്? ഒഴിവേം കളഞ്ഞിട്ട് വാ. മതി, ഇവിടെ കളഞ്ഞൊക്കെ റെഡി കണ്ടിരിക്കും. ഈ നാടാ അവര് റോഡ് വന്ന് കളിക്കുന്ന്. ദൂരന്ന് പോണ്ടേ വരുന്നില്ല. നമ്മളെ പോണം, തിരക്കണേ പോണ്ടേ. ഇത്രയും തിരക്കൂട്ടിയ ആളാണ് ഇപ്പൊ അവിടുന്ന് കളിക്കുന്ന്. എന്നാലും നമുക്ക് നിങ്ങൾ അവിടെ ഏതായാലും ഇപ്പം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊഴുതിട്ട് വരാം. അപ്പൊ ഞാൻ കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ എത്ര വരെ ഉണ്ടാവില്ല. 3:30-4 മണി വരെ അങ്ങനെ ഇല്ലുവന്നു. ഓൻ കുളിച്ചിട്ട് തന്നെ ഇല്ല കിച്ചു. ഇനി പോയിട്ട് എപ്പാമോ അവനോട് ഇടുന്ന് കുളിച്ചോന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഓൻ കുളിക്കുന്നില്ല. ഓൻ വീട്ടിൽ പോയാലേ കുളിക്കൊരു ഡ്രസ്സെല്ലാം മാറ്റി. അപ്പൊ ഏതായാലും നമുക്ക് നരിക്കോട്ടേക്ക് എത്താം. അതെ, നരിക്കോട്ട് പോവാം. അങ്ങനെ നമ്മള് എവിടെ എത്തി? നരിക്കോടെത്തി. അമ്മയുടെ ഇരിക്കുന്നത്. അമ്മ അമ്പലത്തിലെല്ലാം പോയിട്ട് ഒച്ചപ്പാടാന്ന് എല്ലാം. അമ്പലത്തിലും പോയിട്ട് വന്നു, തൊഴുതു. പിന്നെ അവിടെ കൊടുക്കാനുണ്ടായി എന്തെങ്കിലും പ്രാർത്ഥിച്ചത്. 1 രൂപം, 1 മോയ ഇതെല്ലാം കൊടുത്തിട്ട് നമ്മള് വന്നു. നമ്മളെ സ്ഥാനത്തെല്ലാം അങ്ങനെ ഉണ്ടെന്നു. അതല്ലേ. ഞാൻ ഇന്നെ കൊറേ സമയം അവിടെ പോയി. അമ്മ കൊറേ സമയം എന്നെ കാത്തുന്നു. മോനോട്ടുകളോട് പറഞ്ഞ് വിളിച്ചോക്കിയെന്ന് പറഞ്ഞു. ഓക്കെ. സുബി എന്താ മൊബൈലിൽ കളിച്ചോണ്ട് പോയി. സുബി നല്ല എന്നാ പറയല്, ഇത് പട്ടുസാരി പോലെ ഇതല്ല എന്നാണ് ഇത് എന്താ പറയല് സുബി? സെറ്റ് സാരി പോലെ ഇല്ലേ ഒരു ഇതല്ലേ, കസവ ചുരിദാർ അതിലിട്ടിട്ട് അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നു. എന്നെ കുറേ സമയം കാത്തുന്നു അല്ലേ സുബി ആടാ? പിന്നെ ഇപ്പൊ 3:16 ആ. അപ്പോൾ നമ്മുടെ നിളക്കുട്ടിയുടെ ഉണ്ട്. നിളക്കുട്ടി എന്തോ പരിപാടിയാണ്. എന്നാന്ന് പരിപാടി? അടിപൊളിയാന്നല്ല. ഇത് നീ എന്നെ വരച്ചേ? നിളു നമുക്ക് അവര് ഇത് പറഞ്ഞ നിളു ഡ്രോയിങ് സൂപ്പറാണ് കേട്ടാ. നല്ല നമ്മളെ ഡിസ്ട്രിക്ട് ലെവലെല്ലാം ഡ്രോയിങ്ങിന് പോയിനി അല്ലേ സുബി? എ ഗ്രേഡാണ് എല്ലാത്തിലും. അതുകൊണ്ട് ഇപ്പോൾ കാണിച്ചോ, ഒന്നും കൂടി കാണിച്ചേ. അടിപൊളി. സ്വന്തം വരച്ചല്ലേ നീ? ഇത് വേനെടുക്കുന്നു. അപ്പം നമ്മൾ പോയിട്ട് വരാം. അങ്ങനെ പ്രിയനെ ഇടിയാക്കി നേടിയിരുന്നു. അപ്പം ഞാനും മക്കളും കൂടിയിട്ട് വാ നിങ്ങൾ വരുന്നില്ലേ? അമ്പലത്തിലേക്ക് വരുന്നില്ലേ? മേതൂട്ടി ഇവരെല്ലാം കണ്ടപ്പം വേണ്ടാന്ന്. അങ്ങനെ നമ്മള് കൊറേ കുട്ടിപ്പട്ടാളങ്ങളെയും കൂട്ടിയിട്ട് കുറെ കുട്ടിപ്പട്ടാളങ്ങളെയും കൂട്ടിയിട്ട് നമ്മള് സുബിയാണ് കേട്ടാ. സുബി ഒപ്പരമില്ലത്. അപ്പൊ നമ്മള് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഏതും വെച്ചിട്ട് പോവാന്നല്ല നമുക്ക്. അപ്പൊ നമ്മള് പോകാനുള്ള പരിപാടിയാണ്. ഒരാൾ മൈലാഞ്ചി വെച്ചിട്ടാ വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് കോട്ടത്ത് കളറ് മാറ്റല്ലേ?
ഇത് പിങ്ക്, അത് യെല്ലോ. മണിക്കുട്ടൻ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം മണിക്കുട്ടൻ ഇത് തന്നെ വാങ്ങിയിട്ടുണ്ടായിനി. വിയങ്കുട്ടൻ എന്നാ വാങ്ങിയേ? വിയങ്കുട്ടനെ കാണിച്ച പാവാച്ചിനെ കാണിച്ചെന്ന്. അതാ വിയങ്കുട്ടൻ ഹൾക്കിനെയാ വാങ്ങിയിട്ടില്ലേ, ഹൾക്ക്. അവന് ചെണ്ട കൊട്ടൽ കേട്ട് കഴിഞ്ഞാൽ അപ്പാട് തുള്ളൽ തുടങ്ങും. എന്താ തുറന്നോ എനിക്ക് കയറിയിരുന്നു നമ്മൾ പോകാൻ പോയിന്നല്ലേ. നമുക്ക് വീട്ടിലേക്ക് പോവാം അല്ലേ? നമ്മൾ തൊഴുതു. അപ്പം കുറച്ച് തെയ്യം ചെയ്യാൻ വേണ്ടി കുറച്ച് വൈകിപ്പോയിനി. വന്നാൽ കയറിക്കോ, എല്ലാവരും കയറിക്കോ വേഗം നോക്ക്. ഇതെന്താന്ന് ഒരുപാട് ഷൂകളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. എന്താന്ന് മേതുട്ടി എന്നാ അത്? അതിലെന്നാന്ന് ഓരോരോ ചെരുപ്പ് മാറ്റിയിട്ട് കൊടുക്കുന്നല്ലേ. ഓ മൈ ഗോഡ്, യെല്ലോ അത് മേച്ചാകുന്ന സംഭവം. നോക്കിട്ട് ഇത് കാണിച്ചതേ, ഇങ്ങോട്ട് കാണിച്ചതേ ചെരുപ്പിട്ടിട്ട്. നമ്മളങ്ങനെ ഇപ്പം പാറക്ക് എത്തിയല്ലേ മണീൻ്റെ ഡാൻസ് കുടിക്കാൻ. അപ്പോൾ കുറേ പിള്ളേന്മാർ വന്നു. വീഡിയോ പിടിക്കുന്നതെന്ന് പറയുമ്പോൾ അവർ ഒറ്റ ഓട്ടം. ഇങ്ങോട്ട് നോക്കിയേ, ഓനെ ഓടിപ്പോയല്ലേ. ഓൻ വീഡിയോ പിടിക്കുന്നവരെ ഓൻ പോയി. ഇതടി ഇടവഴിയില്ലല്ലോ ഓടുന്നേ. ഓ മുള്ളുംപഴം, കൊട്ടക്കായ് ശരിക്കും മറ്റേതല്ലേ, ഒരു കറുത്ത വലുത്. നമ്മൾ കൊട്ടക്കായ് എന്ന് പറയും, ഒരു വെള്ള. അതെ, നമ്മൾ കൊട്ടക്കായ് അതന്നെ. അതല്ലേ, നമ്മൾ ഈനെ മുള്ളുമ്പഴം എന്ന് പറയും, മറ്റേത് കൊട്ടക്കായ്. നല്ല കറുത്തത് പോലെയാവും. ഇഷ്ടം പോലെ ഉണ്ടല്ലോ സുവി. ചാകര പറിക്കാൻ വരുന്നല്ല, ആദ്യം ഇവളൊന്നും ഇനി അത് പഴുത്തിട്ട് വേണം ഒരു റീൽസ് പിടിക്കാൻ. മണിക്കൂട്ടൻ്റെ ഒരു ഫ്രണ്ടായ കണ്ണന കണ്ടിട്ടുണ്ട്. കണ്ണ എന്തുണ്ട്? അതെയാ, കണ്ണൻ എവിടെ പഠിക്കുന്നത്? മൂത്തടുത്ത സ്കൂളിലല്ലേ, 8ാം ക്ലാസ്സിലാ. അമ്മ നമ്മളെ കിച്ചുവിൻ്റെ ക്ലാസ്സിൽ തന്നെ അല്ലേ? കിച്ചുവിൻ്റെ അതേ സ്കൂൾ, കിച്ചുവിൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ ഇവിടെ നമ്മൾ വന്നപ്പോൾ കണ്ണനെയും പരിചയപ്പെട്ടു അല്ലേ? ഓ അതെ. ഇവരെല്ലാം ക്യാമറ കാണുമ്പോൾ ഓടുപോയി കേട്ടാ, അതുകൊണ്ടാണ് നമുക്ക് പിടിക്കാനൊരു മടി. അതാ ഇവർ ഡ്രിഫ്റ്റിൻ്റെ ആളാണ്. സൈക്കിൾ ഫുൾ എടുത്തിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ വന്നതാണ്. അതെയാ, ഇങ്ങോട്ട് ഡെയിലി വരുന്നതല്ലേ ഡ്രിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ മണിക്കൂട്ടൻ്റെ ഡാൻസ് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇങ്ങോട്ട്. മണിക്കൂട്ടൻ നോക്കുകയെന്നത് കിട്ടിയിട്ടില്ല, ശരിയായിട്ടില്ല. വെളിച്ചം കുറച്ച് ഭംഗി തുടങ്ങി. നമ്മൾ കുറച്ച് വൈകിയല്ലേ വരാൻ. നമ്മൾ ക്ഷേത്രത്തിലെല്ലാം പോയിട്ട് വരുമ്പോൾ വൈകിപ്പോയി. എന്താ പരിപാടി? ഡാൻസ് കളിക്കട്ടെ. മേതൂട്ടിൻ്റെ ഡ്രസ്സിങ് നോക്കറാ. മേതൂട്ടി ഭയങ്കര മോഡേൺ ഡ്രസ്സിങ്ങിലാന്നില്ലത്. ഇവിടെ ഫുള്ളി ഇന്ന് ഡാൻസ് പരിപാടി കേട്ടാ. മേതൂട്ടി ചേച്ചീൻ്റെ ഡാൻസ് ആവുന്നുണ്ട് എനിക്ക്. ചേച്ചി പഠിപ്പിച്ച് അവൻ നമ്മളെ നിളക്കുട്ടി ഡാൻസ് എല്ലാം പഠിക്കുന്നതാണ് കേട്ടാ. ഓള് മറ്റേ എന്നാന്ന് കഴിഞ്ഞത് സുവി? അരങ്ങേറ്റെല്ലാം കഴിഞ്ഞതാന്നല്ലേ? എവിടെയാന്ന്? മറ്റേ ഗുരുവായൂർ പോയിട്ടല്ലേ? ഗുരുവായൂർ പോയിട്ട് അരങ്ങേറ്റെല്ലാം കഴിഞ്ഞതാന്ന്. എനിക്കറിയാം ഡാൻസ് കളിക്കാൻ. കാണാൻ എല്ലാവർക്കും അറിയുന്നതാ. അപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഇവൻ മുഖം പൊത്തിയിട്ട് നടക്കും. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. ഇവരമ്പലത്തിലെല്ലാം പോയി. നമ്മൾ അവിടെ നേരെ മേതൂട്ടിക്ക് ഡാൻസ്
ഡാൻസിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു. ഇപ്പൊ ഇതാ വീട്ടിലേക്ക് എത്തിനത്ര അല്ലേ. വന്നു കഴിഞ്ഞാൽ ഒരു കേക്ക് മനുഷ്യന് വരുമ്പോ പ്ലം കേക്ക്. നമ്മൾ വരുമ്പോൾ ഒരു നല്ലൊരു പ്ലം കേക്ക് വാങ്ങിയിട്ടുണ്ട്. അതിനെ നല്ലൊരു എന്ന് പറഞ്ഞാൽ ഒരു പ്ലം കേക്ക് എന്നാൽ ഇപ്പോൾ ക്രിസ്മസ് ആയില്ലേ, ഇപ്പം എല്ലായിടത്തും കാണുമ്പോ ഒരു കൊതി. കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു പ്ലം കേക്ക്, പക്ഷെ ഇതില് നട്ട്സ് ഒന്നുമില്ല. ഇതിൽ നട്ട്സ് ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചത്ര പോരാ. ഞാൻ ഒരു പ്ലം കേക്ക് തിന്നാനില്ലേ ടേസ്റ്റ് ഒരു ചൊവയുണ്ട്, പക്ഷെ നട്ട്സും പക്ഷെ ഇത് അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് 70 രൂപേൻ്റെ ഒരു ചെറിയ പിന്നെ അത്രേ ഉണ്ടാവുള്ളൂ. ഒരു ചെറിയൊരു ഇവിടെ ചെറിയൊരു പാക്കറ്റ് അവർ ഇന്നലെ ആക്കിയതാ പോലും. അപ്പം അങ്ങനെ മേടിച്ചതാണ്. നമുക്കാണ് ആദ്യം മുറിച്ച് കൊടുത്തത്. അമ്മ എങ്ങനെയുണ്ടമ്മേ? അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മേതൂട്ടി കഴിച്ചു. മേതൂട്ടിക്ക് പിന്നെ 3 പീസ്. മണിക്കൂറിന് ഇഷ്ടപ്പെട്ടില്ല. എനക്കും അത്ര എനിക്ക് നട്ട്സ് ആ പ്ലം കേക്കിന്റെ ടേസ്റ്റ് എല്ലാം ഉണ്ട്, പക്ഷെ അതില് നട്ട്സ് കുറച്ച് കുറവുണ്ട്. അപ്പം അതിനിടയ്ക്ക് നമ്മൾ മേതൂട്ടിക്ക് ഡാൻസിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഐറ്റംസ് വേണ്ടിയിരുന്നിരുന്നു. ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി ഒന്നും കിട്ടിയില്ല. ഷോർട്സും സോക്സും കിട്ടി. ഇനിയിപ്പം വള കിട്ടണം. വള അപ്പോൾ അടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഫാൻസിയിൽ ഉണ്ടായിട്ടില്ല അല്ലേ? ഫാൻസി ഒരു സ്ഥലത്ത് ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് വള വേണം. അപ്പം നമ്മൾ പറയാൻ പോകുന്ന വെച്ചാൽ മേതൂട്ടീൻ്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അത് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്. അപ്പം ആണത് പേൾ ഡാൻസ് ആൻഡ് പെയർ ഡാൻസ്. മേതൂട്ടിയുടെ സ്കൂളിൽ പ്രോഗ്രാം ആണ് ചൊവ്വാഴ്ച. അപ്പൊ മേതൂട്ടിയുടെ 2 ഡാൻസ് ഉണ്ട്. ഒന്നിലെ ഒരു സർപ്രൈസ് ആണല്ലേ മേതു. അപ്പൊ നമുക്ക് പോണം. എന്തായാലും നമ്മൾ അതിന്റെ വീഡിയോ എടുക്കും അല്ലേ? വീഡിയോയിലെടുത്ത് മേതൂട്ടി ഒരു പേളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നല്ല എന്തെല്ലോ പറയുന്നുണ്ട് മേതൂട്ടി. സസ്പെൻസ് സസ്പെൻസാ നമ്മ പറയാൻ പാടില്ല. സോറി കേട്ടാ, പറയണ്ട. സസ്പെൻസാ പോലും പറയണ്ട. എന്നാല് മണിക്കൂട്ടിൻ്റെ ഒന്നുമില്ല കേട്ടോ. മണിക്കൂട്ടിന് ഡാൻസും കാര്യമൊന്നുമില്ല. മണിക്കൂട്ടിന് ഡാൻസിൻ്റെ ഒന്നും കൂടിയിട്ടാ പോലും. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കും അല്ലേ മേതൂട്ടി? ഇല്ല ഓളെന്തോ ഭയങ്കര വീഡിയോയിൽ കാണും അല്ലേ? പൊന്നോ പഠിച്ചു ഇപ്പൊ. അപ്പൊ ആയിട്ടോ അത് അത്രയൊന്നും ഇല്ല. ഇപ്പൊ നാളെയും കഴിഞ്ഞ് അപ്പൊ വീഡിയോ ഇടല് ചിലപ്പോ നമ്മ ഒരു 2-3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? നമ്മളിപ്പോ 2-3 വീഡിയോ എനിക്ക് തോന്നുന്നു പ്രിയ ഭയങ്കര സ്ലോ എഡിറ്റിംഗ് ആണ്. എഡിറ്റ് ചെയ്ത് ബ്ലോഗെല്ലാം എഡിറ്റ് ചെയ്യുന്ന ആള് വ്യക്തി ഇയാളാണ്. അപ്പൊ ഇയാൾ കുറെ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ അങ്ങനെ 1-2 ബ്ലോഗ് പെൻഡിങ് ഉണ്ട് തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഏതായാലും എടുത്തിട്ടുണ്ടാവും. നമ്മളെ മേതൂട്ടീൻ്റെ അടിപൊളി ഡാൻസ് വരുന്ന അതല്ലേ മേതൂട്ടി? അല്ല മേതൂട്ടി ഭയങ്കര പ്രിപ്പറേഷനാണ് അതിനെ കുറിച്ച്. ഇപ്പം ഒരാഴ്ചയായി. അത്രയല്ലേ? അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും. അപ്പൊ ചെറിയ കുട്ടികളും അല്ലേ, അപ്പൊ കുറേ ആയി അതിന്റെ ബാക്കിൽ തന്നെ. ഇനിയിപ്പൊ നാളെ എന്താണ് പ്രോഗ്രാമും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇനിയിപ്പം ഇവരെ പഠിപ്പിക്കാൻ ആദ്യം തുടങ്ങല്. ഇത്രയും നാള് പ്രാക്ടീസ് ആയിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് ഉണ്ടായി. ഇനിയിപ്പോ അത് മാത്രല്ല നമുക്ക് ഇനി ക്രിസ്മസ് വെക്കേഷൻ എല്ലാം വരാൻ പോകുന്നത്. വെക്കേഷൻ പക്ഷെ ഇല്ല കേട്ടോ, ഇവർക്ക് വെക്കേഷൻ കഴിഞ്ഞിട്ട് എക്സാം വരുന്നത്. മേതൂട്ടിക്ക് ക്രിസ്മസ് കഴിഞ്ഞ ഒരു തിന്നല്ലോ. അതാ നട്സ് മാത്രം എടുത്ത് കഴിക്കും. നട്സ് മാത്രം എടുത്ത് കഴിക്കും. എന്നിട്ട് അല്ലെങ്കിൽ അതിൽ നട്സ് ഇല്ല. ഇല്ല നട്സ് നീ എടുത്ത് കഴിച്ചപ്പോ നമ്മളെന്താ കഴിക്കണ്ട്? കേക്ക് മാത്രം. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ കാര്യങ്ങള്. അപ്പൊ ഞാൻ പോയിട്ട് ഏതായാലും രാത്രിക്ക് വേണ്ടിട്ടുള്ള ചപ്പാത്തി കൊടുത്തിട്ട് നല്ല മീമോളിശല്ലാക്കി വെച്ചു. അമ്മ മീമോളിശ അമ്മ അയിലേ അമ്മ മുളക് പൊടി കഴിഞ്ഞു പോയി. മുളക് പൊടി ഇട്ടിട്ട് വെച്ച് എന്നോട് വരുമ്പോ മേടിക്കാൻ പറഞ്ഞു. നമ്മൾ എത്താനും വൈകി. ഓ അങ്ങനെ അല്ലേ? അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. മുളക് പൊടി ഇല്ല അല്ലമ്മേ ബേക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യും. ക്യാമറക്ക് മുന്നിൽ മാത്രം ആയാലും നമ്മള് ഭക്ഷണം ചപ്പാത്തി ഇട്ട് ഭക്ഷണം കഴിക്കട്ട്. അപ്പൊ മേതൂട്ടിയുടെ ഡാൻസ് അടുത്ത ബ്ലോഗ് അതായിരിക്കും. അടുത്ത ബ്ലോഗിൽ കാണാം. അതുവരെ ബൈ.